ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ഞാനും വൈഫും ഉണ്ട്. നമ്മൾ ഗോവയ്ക്കാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ ഒക്കെ ഉള്ള വീക്കെൻഡാണ്. അതുകൊണ്ട് 3 ദിവസം അടുപ്പിച്ച് കിട്ടിയപ്പോൾ നമ്മൾ പോകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി കാനാപ്പൂരിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മളന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിനകത്തുണ്ടായിരുന്നു, കണ്ടില്ലേ കാനാപ്പൂർ. ഈ വഴി നമുക്ക് ഗോവയ്ക്ക് പോകാം. ഇത് ഇച്ചിരി ലോങ് ആണ്, പക്ഷേ ഫുള്ള് ഹൈവേ ആണ്. കഴിഞ്ഞ തവണ നമ്മൾ അങ്ങോട്ട് പോയത് ഒരു പക്ക ഫോറസ്റ്റ് റൂട്ടാണ്. ഇതും ഫോറസ്റ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് മറ്റേൻ്റെ അത്രയും ഡെൻസ് ഫോറസ്റ്റ് അല്ല, പിന്നെ റോഡ് അടിപൊളിയാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി ഇത് നല്ല ദൂരമുണ്ട്, കുറേ ദൂരം നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. ഒരു 10-50 കിലോമീറ്ററിന് മേളിൽ. അതായത് നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്കോ അല്ലെങ്കിൽ ഒരു പകുതി കൂടുതലെങ്കിലും വേണം, റേഞ്ച് വേണം. ഒരു 100 കിലോമീറ്ററിന് അടുത്ത് ഫോറസ്റ്റിൽ കൂടെ തന്നെ നമ്മൾ പോയി. റൂട്ട് നല്ല റോഡാണ് ഇങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തന്നെ ചൂസ് ചെയ്തത്. ഈ റൂട്ടിൽ കുറച്ചിടത്ത് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. അപ്പം ഈ റൂട്ട് വരുന്നവർ പറപ്പിച്ചൊക്കെ വരും, പക്ഷേ നമ്മൾ ഇടയ്ക്ക് കുറച്ചിടത്ത് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. അല്ലാതെ മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത റൂട്ടാണ്. ഈ റൂട്ടിൽ ഫ്യൂൽ പമ്പ്സ് കുറവാണ്. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ കണ്ടാലും ചിലയിടത്ത് പെട്രോൾ അവൈലബിൾ ആയിരിക്കത്തില്ല, ഡീസൽ മാത്രമേ ഉള്ളൂ. അത് ഈ ട്രക്കിനൊക്കെ വേണ്ടി അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും ഈ ഫോറസ്റ്റിൽ കയറുന്നതിന് മുമ്പ് പെട്രോൾ അടിച്ചിട്ട് വരണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പക്ക ഫോറസ്റ്റ് വൈബ് വന്നു തുടങ്ങി. പക്ഷേ ഈ സിമെന്റ് റോഡ് ആയതുകൊണ്ട് ഭയങ്കര അൺഈവൻനെസ് ഉണ്ട്. നമ്മളങ്ങനെ ഗോവ ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് ഗോവ ചെക്ക് പോസ്റ്റ് കടന്നു. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര്, ഇത് ഒരു ഘാട്ടാണ്, അൻമോൾ ഘാട്ട് എന്നെന്താണ് ഇതിന് പറയുന്നത്. അൻമോദ് ഘാട്ടെന്ന്. കുറേ ദൂരം പന്ന വഴിയായിരുന്നു, മീൻസ് പൊടിയായിരുന്നു. നമ്മൾ ഈ ടൈം കൂടെ ആയതുകൊണ്ട് ഈ ഫ്രണ്ടിൽ 4 വീലേഴ്സൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് മൊത്തം പൊടിയടിക്കും. ഒരു സൈഡ് ഇത് ഫുള്ള് ഘാട്ട് റോഡാണ്, കണ്ടില്ലേ? അവിടെയൊക്കെ നല്ല വ്യൂ ആണ്. പക്ഷെ റോഡ് അത്ര നല്ലതല്ല, കാരണം ഓർക്കാപ്പുറത്തൊക്കെ കുറേ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാട്ടില് പ്രേതാലയം പോലൊരു സാധനം. സോ ഇതിപ്പം മുള്ളൻ ഫോറസ്റ്റ് എന്ന് പറയും, MOLLEM. ഇവിടെ വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയാറ്. കുരങ്ങനൊക്കെ ആയിരിക്കും, അതൊക്കെ കാണുന്നുണ്ട് ഇഷ്ടം പോലെ.
ഉണ്ട്. ഈ റോഡ് നല്ല റോഡാണ്, അടിപൊളിയാണ്. ബയോഡൈവേഴ്സിറ്റി പാർക്കാണ് കണ്ടത്, മുള്ളം ബയോഡൈവേഴ്സിറ്റി പാർക്ക്. കണ്ടില്ലേ, ഉണങ്ങി കിടന്നിട്ട് പോലെ ഈ റൂട്ട് നല്ല ഭംഗിയുണ്ട്, ഫുള്ള് ഗ്രീനൊക്കെ ആയിട്ട്. മഴയത്തൊക്കെ വന്ന് അടിപൊളിയായിരിക്കും. എൻ്റെ ഇവിടെ എല്ലാം കുരങ്ങൊക്കെ നിൽപ്പുണ്ട്. ജംഗിൾ ജംഗ്ഷൻ. ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ആവുന്നു, അതായത് 1:54. നമ്മൾ ഗോവയിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, ചൂടുമുണ്ട്. നമ്മളീ പോകുന്നത് പനാജിയിലോട്ടാണ്. പനാജിയിലാണ് നമ്മൾ സ്റ്റേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതുവരെ ഒന്നും കഴിച്ചില്ല, അപ്പോൾ ഉച്ചക്കത്തെ ഫുഡും കഴിക്കണം. 2:15. അതിനടുത്ത് റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാം. ആ ബ്രിഡ്ജ് കണ്ടില്ലേ, നല്ല നല്ല ഭംഗിയുണ്ട്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മല്ലൂർ റിപ്പബ്ലിക്. നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. കുഴപ്പമില്ല, കേരള റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു. റേറ്റ് കൂടുതലാണ്, എന്നാലും നല്ല ഫുഡായിരുന്നു. ഇനി സ്റ്റേയുടെ അവിടോട്ട് പോവാണ്. നമ്മളങ്ങനെ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന് റെസ്റ്റൊക്കെ എടുത്തായിരുന്നു, ഫുഡൊക്കെ കഴിച്ച്. തേണ്ട മറ്റേ സാധനം നമ്മൾ രാവിലെ മിസ്സായത്. ക്രൂസ് നമ്മൾ നൈറ്റ് ബാഗ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി നടക്കുവാണ് വെറുതെ. സോ ഇതാണ് നമ്മൾ നിൽക്കുന്ന റൂം. അത്യാവശ്യം നൈസ് റൂമാണ്, കുഴപ്പമില്ലാത്ത റൂമാണ്. ട്രിപ്പ് വഴി ബുക്ക് ചെയ്തത്. അപ്പോൾ 2ാമത്തെ ദിവസം നമ്മൾ കറങ്ങാൻ ഇറങ്ങുവാണ്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, അതാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്യാൻ കാരണം. നമ്മൾ ഇന്നലെ നൈറ്റ് ഈ റൂട്ടാണ് വന്നത്. അപ്പോൾ ആ ബ്രിഡ്ജും ഈ സംഭവമൊക്കെ കണ്ടായിരുന്നു ഇന്നലെ. നൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പകലെ അത് വ്യക്തമായിട്ട് കാണാനൊക്കെ ഉള്ളൂ, പക്ഷേ നൈറ്റ് ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റാണ്. മറ്റേ ക്രൂസ് ഷിപ്പുകളും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതിപ്പോൾ പകല് അതാണ് ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് സംഭവം എന്ന് കാണാൻ പറ്റുന്നത് വ്യക്തമായിട്ട്.
സോ നമ്മൾ ചോപ്പുരയിൽ പോകാനാണ് പ്ലാൻ. ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നോക്കാം. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ പോകാം. അതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. സോ ഇവിടുന്ന് റൈറ്റ് ചപ്പാര ഫോർട്ടും ലെഫ്റ്റ് വാഗറ്റർ ബീച്ചുമാണ്. അല്ലല്ല, ചപ്പറ ബീച്ചിൻ്റെ ചപ്പറ ഫോർട്ടിന് അപ്പുറത്തുള്ള ഒരു ബീച്ചുണ്ട്, അതാണ് ചപ്പറ ബീച്ച്. ഇത് 2 സൈഡാണ്, ഓരോ സൈഡിന് ഓരോ പേര്, അത്രയേ ഉള്ളൂ. എല്ലാവരും ഒറ്റ കടലാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി, നല്ല വെയിലായിരുന്നു. നമ്മളിനി വാഗറ്റർ പോകാനാണ് പ്ലാൻ. നമ്മളങ്ങനെ വാഗറ്റൂർ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ ക്ലിഫിലാണ് നമ്മൾ ആദ്യം എത്തിയത്. താഴെയാണ് ബീച്ച്. വെയിൽ കൊള്ളാണ് നമ്മളിതിൻ്റെ ക്ലിഫിലോട്ട് വന്നാൽ ആദ്യം. ബീച്ചിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല വെയിലാണ്. സൂപ്പർ ബൈക്സ് GS ഒക്കെ ഇരിക്കുന്നടാ. കേരള ഫുഡും തപ്പി ഗോവയുടെ ഉൾഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. അല്ല, വണ്ടി പോവുകയാണ്. സത്യം ഒന്നാലോചിച്ച്, ഈ ചെറിയ വഴി കൂടെ ഒക്കെ വരിക കേരള ഫുഡ് നോക്കിക്കൊണ്ട് ഗോവയിൽ. എന്നാൽ പിന്നെ കേരളയിലോട്ട് ട്രിപ്പ് പോയത്, നാട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കാണിക്കാനൊന്നുമില്ല. കാണിക്കാനും വേണ്ടിയുള്ളതില്ലൊന്നുമില്ല, നോർമൽ ഊണ്. ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ ക്രൂസ് ഷിപ്പും എല്ലാം നമുക്ക് കാണാം. ബിഗ് ഡാഡി കസിനോ ഉണ്ടോ? അത് ഫുൾ ആ വ്യൂ അല്ലേ? നമുക്ക് ഇങ്ങോട്ട് കൂടെ വരായിരുന്നല്ലേ?
ആയിരിക്കും. ഇത് തന്നെ നല്ല രസമുണ്ട് ഈ റൂട്ടായാലും. നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ടൊക്കെ പോകുന്ന റൂട്ട് പോലെ. അല്ല, ഇങ്ങനെ മരമൊക്കെ നിർത്തി എന്ത് രസം ഇത് കാണാൻ. കണ്ടോ, ഇവിടെ പൊടി അഴുക്കും ഒന്നുമില്ല, നല്ല ക്ലീൻ ഏരിയ ആയി. നമ്മളീ പോകുന്ന റൂട്ടാണ് മിറാമർ ബീച്ച്. ഇതേ കണ്ടില്ല, ഈ റൗണ്ട് ഔട്ട് കഴിയുമ്പം മിറാമർ. വാവ്, ഇതാണ് മിറാമർ സർക്കിൾ, അവിടാണ് ബീച്ച്. സോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കടലും റൈറ്റ് സൈഡ് കായലുമാണ്. ഇത് രണ്ടും ഒരുമിക്കുന്നൊരു ഏരിയയാണിത്. കണ്ടോ, തിരക്കൊന്നും അങ്ങനെ വലിയ ശക്തിയൊന്നും ഇല്ല. കണ്ടോ, അവിടെ പക്ഷേ കടലാണ്, പ്രോപ്പർ കടലാണ് ആ സൈഡ്. നമ്മളങ്ങനെ സൺസെറ്റ് വരെ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഇറങ്ങി. ഇനി ഫുഡ് സ്പോട്ട് നോക്കി പോവാണ്. നൈറ്റ് വല്ലതും കഴിക്കണം, കിടക്കണം. നല്ല ക്ഷീണമുണ്ട്, പകൽ നല്ല വെയിലും ഉണ്ട് കുറേ, അതുകൊണ്ടൊരു ക്ഷീണമുണ്ട്. ഇവിടെ പിന്നെ ഇരുന്നപ്പോൾ ആശ്വാസം ഉണ്ടായിരുന്നു. ഇനി ഏതായാലും നമ്മൾ മുന്നോട്ട് പോവാണ്. ഒരു വലിയ പള്ളി, നല്ല രസമുണ്ട് കാണാൻ. വന്നത് നൈറ്റായിപ്പോയെന്നേ ഉള്ളൂ. ഗോവ ഈ സൈഡ് അടിപൊളിയായിട്ടോ. നമ്മൾ ചാക്കോസ് കിച്ചണിലാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇത് നൈസ് സ്ഥലമാണ് ഈ ഏരിയ, നല്ല പോഷ് ഏരിയ. അവിടെ പാർക്കിംഗ് ഉണ്ടതാവും. നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി സ്റ്റേ അടിക്കുന്നിടത്തോട്ട് പോവാണ്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഈ ഏരിയയൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ്, ഒരു പീസ്ഫുൾനെസ്സും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അധികം വേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലം. അപ്പം നമ്മൾ ഗോവയിൽ നിന്ന് പതുക്കെ തിരിച്ച് പോവാണ്. സ്റ്റേ വെക്കേറ്റ് ചെയ്തു, ഇറങ്ങുവാണ്. നമ്മൾ താമസിച്ചത് ഇവിടെ ആയിരുന്നു. ശരിക്കും ഗോവയിലെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ആയിട്ട് സിമിലറാണ്. ആ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടില്ലേ, ഏറെക്കുറെ നമ്മുടെ നാടുമായിട്ട് സിമിലറാണ്. വെതറും കാര്യങ്ങളും എല്ലാം, ചൂടുണ്ട്, ഉഷ്ണമുണ്ട്. അത് സീഷോറിനടുത്തായതുകൊണ്ടായിരിക്കണം. ഇത് ഫോറസ്റ്റ് ആണ് തോന്നുന്നല്ലേ?
നല്ല നൈസ് പ്ലേസ്. ഓ, നമ്മൾ ആ ഹൈവേ കയറിയിട്ടുണ്ട് കണ്ടോ. ആ, ഇങ്ങനെ റോഡാ മറ്റേ റോഡ്. ആ ആ സത്യം, ഇത് നല്ല അടിപൊളി വഴി. വെയിലും ഇല്ല, തണലും ഉണ്ട്. ആ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഇലയൊക്കെ വീഴുന്നതാണ് നല്ല രസം. മോന്തയ്ക്കൊന്നും വന്ന് ആ കാറ്റുണ്ടല്ലേ നല്ലോണം. ആ, കാറ്റുകൊണ്ട് വെയിലും അടിക്കുന്നില്ല അധികം. തിരക്കൊന്നും ഇല്ലാത്ത അല്ലേ അടിപൊളി റോഡ് അല്ലേടാ. കാരണം നമ്മൾ വണ്ടി നിർത്തുന്നൊന്നുമില്ലല്ലോ ചൂടടിക്കാൻ. ആ, അത് ഈ തണലുള്ളതുകൊണ്ട് നമുക്കൊരു അതെ. അങ്ങനെ ഗൂഗിൾ നമ്മളെ വഴി തിരിച്ച് മഹാരാഷ്ട്ര വഴിയാണ് വിട്ടിരിക്കുന്നത്. ദൂരക്കുറവാണെന്നും, ദൂരവും കുറവെന്നല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല, 2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. 3 വഴി ഉണ്ടായിരുന്നു, അതിൽ ഒരു വഴിയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. പക്ഷെ തിരക്കില്ല കേട്ടോ, റോഡിലൊന്നും വണ്ടികളൊക്കെ ഭയങ്കര കുറവ്. പക്ഷെ ചെറിയ വഴിയാണ്, കണ്ടില്ലേ, ഒറ്റ റോഡേ ഉള്ളൂ, നടുക്കുകൂടെ വര പോലും ഇട്ടിട്ടില്ല. പക്ഷെ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്, നമുക്ക് ചില്ല് ചെയ്ത് പോകാൻ പറ്റുമെന്ന വഴിയാണെന്ന് തോന്നുന്നു. അത് പക്ഷെ മഹാരാഷ്ട്ര കൂടെ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ കണ്ട ലാൻഡ്സ്കേപ്പ് മാറിയുണ്ട് ആ ബോർഡർ കഴിഞ്ഞപ്പം. ഇപ്പൊ ഇച്ചിരിയോടൊക്കെ ഡ്രൈ ലാൻഡ് മൊത്തം കണ്ടോ. ആ പോത്തിന്റെ ഒക്കെ കളർ കണ്ടോ. ആ വെളുത്തിരിക്കുന്നു പോത്ത്. ചെളിയാണോ അതോ ഇങ്ങനെ ആ കളർ ഇങ്ങനെയാന്ന് തോന്നുന്നു. ഏതായാലും ടൈപ്പായിരിക്കും. അങ്ങ് വരെ ഇങ്ങനത്തെ റോഡാണെങ്കിലും വലിയ കുഴപ്പമില്ല, പതുക്കെ പോയാൽ മതി. എന്നാ അല്ലേ, നമ്മൾ ടയേർഡാവത്തില്ല അധികം. മറ്റേ റോഡൊക്കെ കുത്തിപ്പൊളിച്ചിടുമ്പോഴൊക്കെയാണ് പ്രശ്നം. പറഞ്ഞു തീർന്നില്ല. ഈ റൂട്ട് ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി വെക്കാൻ തുടങ്ങി, പണി തരാൻ തുടങ്ങി. അതെനിക്ക് ഒരു റോഡിന് വീതി കൂട്ടുവാണ് കണ്ടോ. അപ്പോൾ പകുതിയായിട്ട് അവർ ടാർ ചെയ്യാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. കുഴപ്പമില്ലാതെ വന്ന റൂട്ടായിരുന്നു, പക്ഷെ ഇത് ഇച്ചിരി നമ്മൾ ഡിലേ ആക്കും. ഓ ഗോഡ്, അമ്മമാരതാ സൈഡ് തരാത്ത തെണ്ടികൾ. കാറാകുമ്പോൾ അതുവഴി കയറിപ്പോയാലും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളാ ചരലിൽ പോയാൽ നമുക്ക് ഇത് പോവും, സ്കിഡാവും അല്ലേ. അതിങ്ങനെ മെറ്റിൽ വെറുതെ ഇട്ടിരിക്കുവല്ലേടാ. നൈസ്, നല്ല പുഴ. ഇത് ഇങ്ങോട്ട് ഒഴുകുന്നല്ലേ. നമ്മൾ ഫോറസ്റ്റ് കയറിയോ എന്നൊരു സംശയം അല്ലേ. പെട്ടെന്നൊരു കാടിൻ്റെ ലുക്ക്. പശുവിനെയൊക്കെ മേയാൻ പറ്റുന്നുണ്ട്. പട്ടിണി കിടക്കുന്ന പശു അത് തോന്നുന്നു, വെലിഞ്ഞ് വാരിയിലൊക്കെ തെളിഞ്ഞൊരു പശു. ഈ റൂട്ടും പെട്രോൾ പമ്പ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ. ആ സൈഡ് ഫുള്ള് ഹില്ല്. അടിപൊളി, എന്തോ ഹൈറ്റിലാണ് നിൽക്കുന്നല്ലേ. പക്ഷെ വെയിലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു മൊത്തം. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എന്ത് കൃഷിയാണോ ഇവിടെയൊക്കെ? അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട ജോർജ് കുട്ടിയുടെ വീടാന്ന് തോന്നുന്നു. ചുറ്റും കൃഷി, നടുക്കൊരു വീടും.
നൈസ്. ഇതാ സഹ്യാദ്രി ഹിൽസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ആ ഓ വാവ്, നല്ല വൈഡ് കയറും. പക്ഷെ എനിക്കൊന്ന് ഇവിടെ വെള്ളം കുറവായിരിക്കും അല്ലേ? അല്ല, മൊത്തത്തിൽ ഒരു ഉണക്കലും ഇച്ചിരി ഹൈറ്റിൽ, ഈ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറയും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഈ മലയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ കുടിക്കാനുള്ള കിണറൊക്കെ കുത്തിയാലേ വെള്ളം കിട്ടാനൊക്കെ ഇച്ചിരി പാടാണ്. വീടൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്. കൂടുതൽ ഇവിടെ മറ്റേ കർഷകരൊക്കെയാണ് തോന്നുന്നുണ്ട്. എല്ലാ വീടിൻ്റെയും കൂടെ പശുത്തൊഴുത്തും മറ്റേതും മറിച്ചത് ഏതാണ്ടൊക്കെ. ആ ആയിരിക്കും, ഇവിടത്തേക്ക് നമുക്ക് നല്ല സ്ഥലമൊക്കെ കാണും. പക്ഷെ അവരത്ര അവര് ഇങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. കാണും, പക്ഷെ ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റൽ കാണും, സ്കൂളുകൾ കാണും. ആ അവർ യാത്ര ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കുമായിരിക്കും. അങ്ങനെയല്ല ഫുഡൊക്കെ കഴിക്കാൻ. ഇവിടെ എല്ലാം ഇങ്ങനെ റോഡ് ഇത്ര എന്താണോ രീതിയിൽ പണിയാനായിരിക്കും. പക്ഷെ നല്ല റോഡായിരുന്നു, നല്ല വൃത്തിയുള്ള റോഡായിരുന്നു. അവർ പണിയാൻ വേണ്ടി, അതെ പണിയാൻ വേണ്ടി കുത്തിയിളക്കി വെച്ചിരിക്കുക. ആ നമ്മളെ കിയ പാട്ടി തരും. അയ്യോ സത്യം, ബസ്സൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മൾ മറ്റേ തോട്ടി കിടന്നാൽ ഇടവഴിയിലോട്ടൊക്കെ കയറി നിൽക്കണതാണ്. കുറേ ഇടവഴിയൊക്കെ ഉണ്ട് കണ്ടോ. പക്ഷെ ഇത് മറ്റേ പ്രോപ്പർ കാടൊന്നും അല്ലെന്ന് തോന്നുന്നു, ചുമ്മാ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം. പക്ഷെ നല്ല ചൂടുണ്ട്, ഉഷ്ണം കാണും അല്ലേ? ഉഷ്ണമുണ്ട്. ആ ഈ മലയുടെ താഴ്വാരത്ത് ഭയങ്കര ചൂടാണ് എപ്പോഴും. നമ്മളീ പാലക്കാട് അതുകൊണ്ടല്ലേ ചൂട്, കോയമ്പത്തൂരും പാലക്കാടൊക്കെ. അത് മലകളിൽ നിന്ന് താഴ്ന്ന പ്രദേശമാണ്, അവിടെ ഭയങ്കര ചൂടാണ്. ആ മിക്കതാ നമ്മൾ ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ആ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഇറങ്ങി വരുന്ന താഴ്വാരത്തോട് വരുമ്പോൾ ഭയങ്കര ചൂട് നമുക്ക് ഫീൽ ചെയ്യും. യെസ്, ഇവിടെ എല്ലാം നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ. പക്ഷെ ആളും മനുഷ്യനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു വീട്, ആ അതെ. എന്തൊക്കെ പറഞ്ഞാലും റൂട്ട് അടിപൊളിയാ. മറ്റേ ഇങ്ങോട്ട് വന്ന പോലെ അത്രയും പൊടിയൊന്നും ഇല്ല അല്ലേ? ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള്, ആ അതെ, ഈ പണിയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല റൂട്ടാണ്. മറ്റിടത്ത് ഫുള്ള് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുക. ഇവര് പകുതി വെച്ചിട്ടാണ് കുത്തിപ്പൊളിച്ചിട്ടുള്ളൂ. നല്ല വ്യൂ അത്. പാടം അതിനപ്പുറത്ത് അതും. വാ, ധന്യവാദ്. അറിയില്ല കർണാടക എത്തിയോ. ആ അത് ഫോറസ്റ്റ്. കോലാപ്പൂർ 165. ബെൽഗാവ് എത്ര കാണിച്ചേ? ആ നമ്മളൊരു ചുരം കയറുവാൻ തോന്നുന്നു കേട്ടോ. നൈസ്. എനിക്ക് തോന്നിയത് നമ്മൾ മറ്റേ അമ്പോലി ചെന്ന് കയറുന്നിടത്ത് ചെല്ലുമെന്ന് തോന്നുന്നു. ആ അതെ അതെ അതെ, അതന്നെ ഞാനും പറഞ്ഞേ. നമ്മൾ അവിടുന്ന് ലെഫ്റ്റിലേക്ക് ബാംഗ്ലൂർ കർണാടകയ്ക്ക് പോകുന്നത്. നമ്മളിത് ഓൾമോസ്റ്റ് ടോപ്പാന്ന് തോന്നുന്നു അല്ലേ? നൈസ് വ്യൂ. ആ റോഡൊക്കെ കണ്ടോ അങ്ങ്?
ഈ വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ല. ഇത് കണ്ടോടാ കല്ല്, ഇവിടെ ആരണ്ടൊക്കെ ഏതാണ്ടൊക്കെ. ഐ ലവ് യു. ആ ഒരു ഫോർട്ട് പോലൊരു സ്ഥലം അല്ലേ? ഇവിടൊക്കെ പറങ്ങാവൊക്കെ കൃഷിയുണ്ടെന്ന് തോന്നുന്നു. ആ ഓൾമോസ്റ്റ് കുന്നിൻ്റെ മേളിലായി നമ്മൾ. ഇനിയുണ്ട് ഉണ്ട്. അതൊക്കെ അത്ര ഹൈറ്റിലാണ്. ഇനി ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ട് അവിടെയൊക്കെ. ലുക്കടാ അല്ലേ? ഒരു രക്ഷയില്ല. നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ കമ്പിവേലിയൊക്കെ, ഇനി അതിൻ്റെ മേളിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതുകൊണ്ട് കമ്പിവേലി കേട്ടിരിക്കുന്നു. വ്യൂ പോയിന്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ റോഡായിരിക്കും ചിലപ്പോൾ. ആ ഹൈറ്റില്ല, ആ പറയാനൊക്കെ തന്നെ ഉണ്ട്. അവിടെ എല്ലാം കമ്പിവേലി ഇട്ടിട്ടുണ്ട് മേളിൽ. അവിടുന്ന് നേരെ ഇറങ്ങി അങ്ങ് പോകാനാന്ന് തോന്നുന്നു. ഇവിടെ മഴയൊക്കെ പെയ്തെടുക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? അല്ല കോടയൊക്കെ ആയിരിക്കും, കാരണം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ചെവി അടയും. ഓ നമ്മൾ ആ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ആ താഴേന്ന് കണ്ടാൽ മറ്റേ വേലി, അത് കൊള്ളാല്ലേ? ഓ അതെ, അവിടെ ഇട്ടു അല്ലേ? വാ വാ വാ, അയ്യോ അതെ അതെ. ആ നമ്മൾ താഴേന്ന് കയറി വന്ന റോഡ് അതുകൊണ്ട് അതങ്ങനെ നൈസ് റൂട്ടാട്ടോ. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. സോ ഇത് തെല്ലരിഘട്ടാണ്, തെല്ലരിഘട്ട് വ്യൂ പോയിന്റ്. നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് അല്ലേ? രാവിലെ ഒന്ന് അടിപൊളിയായിരിക്കും. നമുക്കൊരു ദിവസം ഇങ്ങോട്ടായിട്ട് ഇറങ്ങാം രാവിലെ. ഇപ്പോൾ ഇവിടുന്ന് 50 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. നൈസ്. ആ അത് ഓ എന്തോ ഒരു പ്രത്യേക ഭംഗിയല്ലേ? ഇവിടുന്നൊക്കെ വഴി എങ്ങോട്ട് പോകാനാണ്? എനിക്കൊന്ന് ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ടെന്നാണോ, എന്തൊക്കെയോ സാധനം മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തില്ലരി, ഇവിടെ പ്ലാന്റേഷൻ ഉണ്ട്. തില്ലരി പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കണ്ടായിരുന്നു. എന്തിൻ്റെ പ്ലാന്റേഷൻ എന്നറിയില്ല. എനിക്കൊന്നും ഇങ്ങനെ എന്തെങ്കിലും, കാരണം കുറേ മാവൊക്കെ നിൽപ്പുണ്ടല്ലേ? ഇനി മിക്കവാറും നമ്മൾ ഘാട്ട് ഇറങ്ങുമായിരിക്കും.
നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഏർലി മോർണിംഗ് ഒരു ദിവസം വരണം അല്ലേ? ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഈവനിങ് അതൊക്കെ കയറ്റി വിടും. ഇത് മറ്റേ മൃഗങ്ങളൊന്നും ഇല്ലാത്ത കാടാന്ന് തോന്നുന്നു. ഇത് അങ്ങനത്തെ കാടല്ല, പക്ക വൈൽഡ് ലൈഫ് അങ്ങനത്തെ സംഭവമല്ല. മരങ്ങളൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. കുരങ്ങന്മാരെ പോലും നമ്മൾ കണ്ടില്ലല്ലോ. പിക്നിക് അവിടെ അടുപ്പൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ വെക്കുന്നത്. ഓ അതുകൊണ്ട് വലിയൊരു ഇത് കനാല് പോലത്തെ സെറ്റപ്പ് കാണോ? ആയിരിക്കും. നല്ല വെള്ളമുണ്ട് അതിനകത്ത്. പക്ഷേ ഈ അത് ഇത്രയും ഉണക്കും വെയിലുമായിട്ട് ഇതിന് നല്ല പച്ചപ്പുണ്ട് ഈ ഫുൾ ഏരിയ അല്ലേ? എനിക്ക് തോന്നുന്നു മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം നല്ലോണം കാണും ചിലപ്പോൾ. അതിനി ഇവിടെ മഴ പെയ്യുന്ന സ്ഥലമാണോ? എനിക്ക് അതുണ്ട്, ഹൈറ്റ് ഉണ്ട് ഇച്ചിരി. ഏത് ഈ റൂട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ മിസ്സായി പോയനെ. അത് മൊത്തം പണിയുമായിരുന്നു. ഇമ്മ പൊടിക്കാത്തോടെ പോകണ്ടെന്നാണ്. ഇത് പക്ഷെ അടിപൊളി. ഇതുവരെ ഗൂഗിൾ, അതെ, നമ്മൾ ചൂസ് ചെയ്തതല്ല, ഗൂഗിളായിട്ട് ചൂസ് ചെയ്ത് തന്ന. ഗൂഗിൾ അമ്മച്ചി ഒരു കില്ലാടി തന്നെ. ഒരു രക്ഷയില്ല അല്ലേ? അതുകൊണ്ട് അതൊക്കെ ഉണ്ടോ? അത് നമ്മൾ നല്ല ഹൈറ്റിലായി പോകുന്നതും. ആ സ്കൈ ആയാലും നല്ല ഭംഗിയുണ്ടല്ലേ? അതെ, നമ്മളൊരു മലമുകളിലാന്ന് ഇത് മനസ്സിലാവുന്നില്ല, തോന്നുന്നില്ല. കാരണം നല്ല ഫ്ലാറ്റായിട്ടാണ് പോകുന്നത്. നമ്മളിതുവരെ ഒരു ഇറക്കം ഇറങ്ങിയിട്ടില്ല അല്ലേ? അത് നീണ്ടു കിടക്കുന്ന മലയാന്ന് തോന്നിയത്. ഇവിടൊക്കെ എത്ര പേരാണ് താമസിക്കുന്നത് അല്ലേ? അതും പക്ഷെ ഭയങ്കര, ഇവിടെ ഒരു വീടാണെങ്കിൽ പിന്നെ കുറേ കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത വീടൊക്കെ. അവരുടെ തന്നെ ഫാമോ അല്ലെങ്കിൽ ഇല്ല, കണ്ടോ? എല്ലാ ഫാമിങ് ഏരിയ ഒരു മലയുടെ മുകളിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് എത്താറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണെന്നായിരുന്നു. വളരെ നല്ലൊരു റൂട്ടാണ് നമ്മൾ റിട്ടേൺ വന്ന റൂട്ട്. ഗോവയിലൊക്കെ പോകുമ്പോൾ ഒന്ന് കറങ്ങി അടിച്ച് പോകാൻ പറ്റുന്ന റൂട്ടാണത്. നല്ലൊരു എക്സ്പീരിയൻസും ആയിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.